വീണ്ടും മനോഹരമായ പുതിയ വീഡിയോയിലേക്കായിരുന്നു സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, കുറേ ദിവസമായി ഞാൻ പറയും പല മൂവീസിൻ്റെയും പല TV സീരീസിൻ്റെ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഭയങ്കര ബാറ്റ്മാൻ, സൂപ്പർമാൻ, അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ ഫാനാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഈ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സ് ഞാൻ നോക്കുന്നുണ്ട് എന്തായിരിക്കും സ്ഥിതി എന്ന്. സൂപ്പർ ഗേൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂപ്പർ ഗേൾ വേറെ അയ്യോ ഒന്നും പറയണ്ട. ആ സൂപ്പർ ഗേൾ എനിക്ക് തോന്നുന്നു ഒരു TV സീരീസ് ആയിട്ട് ഇറക്കിങ്ങനെ പിന്നെ വന്ന് പറയാൻ വലിയ കുഴപ്പമില്ല. സിനിമ ഇറക്കേണ്ടിയിരുന്നില്ല. ഒന്നാണ്ട് മിസ്കാസ്റ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് കോഴി കിട്ടിയതുപോലെ അങ്ങ് വിട്ടുക നോക്കണ്ട. പക്ഷേ ലാൻഡ്രൻസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് പ്രെറ്റി ഗുഡ്. കാര്യമായിട്ട് പറഞ്ഞാൽ സാധനം കൊള്ളാം. ലാൻഡ്രൻസ് നിങ്ങൾക്കറിയാം, ഗ്രീൻ ലാൻഡ്രൻ്റെ അപ്പോൾ ഒരു നമ്മുടെ റയാൻ റെനോൾഡ്സിനൊക്കെ വെച്ചൊക്കെ മുമ്പൊരു സിനിമ ഇറക്കിയിട്ടുണ്ട് 2011. അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് കൈവിട്ട് പോയ ശേഷം പിന്നെ ലാൻഡ്രൻസിനെ തൊട്ടിട്ടേ ഇല്ല കുറേ കാലങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം മച്ച് നീഡഡ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഈ എന്താ പറയുക ലാൻഡ്രൻസിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ ഈ TV സീരീസ് ലാൻഡ്രൻസിൻ്റെ പുതിയ DCയുടെ സീരീസ് അളിയ സൂപ്പർ, ഒന്നും പറയില്ല. എനിക്ക് തോന്നുന്നു DCക്ക് ചിലപ്പോൾ TV സീരീസ് ഇറക്കുന്നതിലായിരിക്കും കൂടുതൽ എന്താ പറയാൻ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും. ഈ മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഒരു പറഞ്ഞാൽ DCക്ക് കൂടുതലും മെയിൻ ക്യാരക്ടേഴ്സിനെ TV ഫോക്കസ് ചെയ്യുക. ബാറ്റ്മാൻ, സൂപ്പർമാൻ, വണ്ടർ വുമൺ, ജസ്റ്റിസ് ലീഗ്, ഇത് ഇത്രയും. ബാക്കിയൊക്കെ TV സീരീസ് ഉണ്ടായിരുന്നാലും മതി, വിച്ച് ഈസ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും എന്താ പറയും കിടിലമാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും എന്താ പറയും ഈ സിനിമ ഈ TV സീരീസ് കിടിലമാണ്. എന്നാലും ഐ എം സോ ഹാപ്പി. ഗ്രീൻ ലാൻഡ്രൻ്റെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് ഉണ്ടല്ലോ അളിയന്മാരെ, ഈ സീരീസ് എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ ഈ ട്രൂ ഡിറ്റക്റ്റീവ് സീരീസ് ഉണ്ടല്ലോ അതുപോലത്തെ കുറേ സാമ്യമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് മറ്റേ ട്രൂ ഡിറ്റക്റ്റീവിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ എന്ന്. നിങ്ങൾക്ക് പെൻഗ്വിൻ സീരീസ് അറിയാലോ, നമ്മുടെ മാറ്റ് റീവ്സിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാനും ഇതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് ഡിഫറെൻറ്റ് യൂണിവേഴ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ വെച്ച് കണ്ടാൽ മതി. അപ്പോൾ ഈ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ്റെ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മാസ്റ്റർ പീസാണ്. അതായത് പെൻഗ്വിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ആ പെൻഗ്വിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു TV സീരീസ്, മാഫിയ ഗ്യാങ്ങിലുള്ള ഒരു TV സീരീസ് ഉണ്ട്, സോപ്രാനോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഗോഡ് ഫാദർ, ഷോസനക് റിഡംപ്ഷൻ, ഡാർക്ക് നൈറ്റ്, ഈ സിനിമകളാണെന്ന് പറയുക സിനിമകളിൽ ഏറ്റവും എന്താ പറയുക ഗോട്ടായിട്ട് നിൽക്കുന്ന കുറേ സിനിമകളിൽ ടോപ്പ് 3 ഇതാണ്. അതുപോലെ തന്നെ TV സീരീസിലും ഉണ്ട് ഗോട്ടായിട്ട് നിൽക്കുന്ന കുറേ ഐറ്റംസിൽ. അതിൽ എപ്പോഴും പറയുന്നതിൽ ബ്രേക്കിംഗ് ബാഡും സോപ്രാനോസും, പിന്നെ എനിക്ക് തോന്നുന്നു മറ്റത് ഗെയിം ഓഫ് ത്രോൺസ് ഇതായിരിക്കാം. അതിൽ ഈ സോപ്രാനോസ് എന്ന് പറഞ്ഞൊരു TV സീരീസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കണം. ഒരു ഇറ്റാലിയൻ മാഫിയ സെറ്റപ്പാണ്. അതേ ഒരു കോപ്പി അതെന്ന് പറയുക, അതേ ഒരു ഇൻസ്പിറേഷൻ കോപ്പി സെറ്റപ്പാണെന്ന് പറയും പെൻഗ്വിൻ കാണുമ്പോഴേ മനസ്സിലാവും ഇത് പഴയ ആ സീരീസായിട്ട് ഭയങ്കര സാമ്യമുണ്ടല്ലോ, കൊള്ളാലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നും ഓട്ടോമാറ്റിക്കായിട്ട്. സെയിം കാര്യം തന്നെയാണ് ഗ്രീൻ ലാൻഡേൺസും. ട്രൂ ഡിറ്റക്റ്റീവായിട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈബ് തോന്നിക്കും. എനിക്കിഷ്ടപ്പെട്ടു, മച്ച് നീഡഡ് സാധനമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. ഓവറാൾ കാര്യങ്ങൾ ഇത് ടൈം 2006, 1996, 2016 ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഓക്കെ, അങ്ങനെ കുറേ ടൈം സ്കിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എന്തായിരുന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇനി തുടർന്ന് കാണാം. പീസ് മേക്കർ ലാസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അത് കുറച്ചും കൂടെ വൈബ് ആക്കിയിരുന്നേ കൊള്ളായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം കൊള്ളാം. പക്ഷേ ഇതും അതുപോലെ ആവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം വെച്ചാൽ കൊള്ളാം, എല്ലാം ചെയ്തിട്ടുണ്ട്, ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കൊള്ളാം, നൈസ്. അപ്പോൾ അതാണ് എന്താ പറയുക ഓവറാൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക കാണുക. ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണെന്ന് തോന്നുന്നത് എന്താ പറയുക ഈ സാധനം ഉള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. കാരണം അതിലല്ലേ HBO Max ഉള്ളത്. അപ്പോൾ അതിലെന്താ പറയുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്താ പറയുക കാണാം. മച്ച് നീഡ് സ്ഥാനം, നൈസ്, ഒരു ട്രൂ ഡിറ്റക്റ്റീവ് സെറ്റപ്പ്, ഒരു ഏലിയൻ സെറ്റപ്പ്, എല്ലാം ഭയങ്കര കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ നിങ്ങൾ കാണുമ്പോൾ. കാരണം വെച്ചാൽ ഫസ്റ്റ് എപ്പിസോഡാണ്, കണ്ടു നോക്കുക. ബാക്കി തുടർന്ന് എന്തായാലും നമുക്ക് കാണാം. പിന്നെ ലാസ്റ്റിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ലാസ്റ്റിൽ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. എന്താ പറയുക എങ്ങനെ പറയാം, നിങ്ങൾ സ്പോയിലറായി പോകും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലാസ്റ്റിലെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹെയിൽ ജോർഡൻ, സ്പോയിലറാണ്, വേണേൽ സ്കിപ്പ് അടിച്ചോ, സ്പോയിലറാണ് വേണേൽ സ്കിപ്പ് അടിച്ചോ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർ. ഓക്കെ, പറയട്ടല്ലോ.
ഹെയൽ ജോർഡൻ ലാസ്റ്റ് മരിക്കുന്നതായിട്ട് കാണിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഹെയൽ ജോർഡൻ മരിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡിഫറൻറ്റ് യൂണിവേഴ്സ് ആയിരിക്കും അത്, അല്ലെങ്കിൽ ഡിഫറൻറ്റ് വെർഷൻ ആയിരിക്കാം. കാരണം വെച്ചാൽ ട്രെയിലർ ഹെയൽ ജോർഡനായിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളതൊരു അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുറേ കൺഫ്യൂഷനാണ്. വരട്ടെ, ഇനി അടുത്ത എപ്പിസോഡും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായിരുന്നാലും കാണാത്തവരെന്ന് നിങ്ങളുടെ കോപ്പി ഇന്ന് തന്നെ ഉറപ്പൊക്കെ പോയി കാണുക എന്ന് പറഞ്ഞിട്ട് ഗായ്സ് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗായ്സ് പീസ് ഔട്ട്.